നമുക്കിപ്പം മന്ത്രി സജി ചെറിയാൻ ചേരുന്നുണ്ട്. ശ്രീ സജി ചെറിയാൻ, ഉമാ തോമസ് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു വീഴ്ച, അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ സാധിക്കാത്ത തരത്തിലാണ് ആ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉമാ തോമസ് MLA വീണതിന് ശേഷവും ആ പരിപാടി തുടരുന്നുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് ആദ്യം തന്നെ പറഞ്ഞ ആളെ ഞാനാണല്ലോ. കാരണം ആ സ്റ്റേജ് വളരെ ഹൈറ്റ് ആയിരുന്നു, 10-15 അടി കടത്തമുണ്ട്. അതിന് വീതി കുറവുണ്ടായിരുന്നു. അതിന് മുൻവശം ബാരിക്കേഡ് കൊണ്ട് ഉറപ്പിച്ച് ഒരപകടം സംഭവിക്കാത്ത രൂപത്തിൽ ക്രമീകരിക്കേണ്ടതായിരുന്നു. അത് വലിയ വീഴ്ച സംഭവിച്ചെന്നുള്ള യാതൊരു സംശയവും വേണ്ട. അത് ആദ്യം തന്നെ പറഞ്ഞു. കാരണം ഞാനത് കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ എല്ലാം പുറകിലെ ഈ കസേരയുടെ ബാക്കിൽ കൊണ്ടുവന്ന ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുൻവശത്ത് ഇത്രയും താഴ്ച ഉള്ളത് കൊണ്ട് ഞങ്ങളാരും മുന്നോട്ട് പോയില്ല. അതാണ് വസ്തുത. ഞങ്ങളെല്ലാം കസേരയിൽ തന്നെ ഇരുന്നു. കാരണം എഴുന്നേറ്റ് പോയാൽ അവിടെ സംഭവിക്കുന്നുള്ളൊരു ഭയം കൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഈ നടുഭാഗത്തെ കസേര ഏറ്റവും ബാക്കിൽ നടുഭാഗത്താണ് ഈ വിളക്ക് വെച്ചത്. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കാന്ന് മാത്രമല്ല. അപ്പൊ ഉമാ മേഡം വരുന്നത് ഞാൻ കാണുന്നില്ല. കാരണം ഇതിന്റെ ട്രയലിന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ എത്തിയത്. അപ്പൊ അവർ വന്ന് അവിടെ ഇരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ഞാനടക്കം ഉള്ളവർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എഴുന്നേറ്റം മുന്നോട്ട് വരുന്നു. ഈ പറയുന്ന ഈ ഉറപ്പില്ലാത്ത ഈ റിബൺ കൊണ്ടുള്ള സ്റ്റാൻഡിൽ പിടിച്ച് പെട്ടെന്ന് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവരെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് വണങ്ങി. അവർ ഭയങ്കര സന്തോഷത്തോടെ എന്റെ മുഖത്തോട് ചിരിച്ചു. ഇത്രയും സംഭവിക്കുമ്പോൾ താഴോട്ട് പോവാണ്. അപ്പൊ ഞാൻ വിളിച്ചു പോയി. ഞങ്ങളൊന്ന് വെള്ളം വെച്ചു. വെച്ചപ്പോഴാണ് ആളുകളെല്ലാം ഉള്ളവരറിയുന്നത്. കാരണം മൈക്കിന്റെ ശബ്ദം കൊണ്ട് കേട്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇറങ്ങി ചാടി ആളുകൾ പെട്ടെന്ന് എടുത്ത് ആംബുലൻസ് കയറ്റി. അപ്പൊ അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. അത് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ നമ്മൾ ആരും ഈ സുരക്ഷ പരിശോധിക്കാറില്ല. നമ്മളെല്ലാം അവിടെ പോയിട്ട് പരിപാടി കണ്ടു പോലും. ഇതൊരു അനുഭവമാണ് നമുക്ക്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം താങ്കൾ അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വേദിയിൽ എത്തുമ്പോൾ വേദിയുടെ വീതി മനസ്സിലാകും. ഒരാൾക്ക് പോലും കഷ്ടിച്ച് നടക്കാൻ പറ്റാത്തൊരു വേദിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ താങ്കൾ അടക്കമുള്ളവർ സംഘാടകരോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത വീതി കുറവൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഉമാ തോമസ് നടന്നു പോകുമ്പോഴാണ് നടക്കാനുള്ള വീതി കൊണ്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ മുൻവശത്ത് സുരക്ഷയില്ല, ബാരിക്കേഡ് ഇല്ല. അതാണ് പ്രശ്നം. നടക്കാനുള്ള വീതി വിളക്ക് കത്തിക്കാനടക്കം കൂടി കുറച്ച് ആളുകൾ കൂടി നിന്നാൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വിളക്ക് അവിടെ കത്തിച്ചല്ലോ. വിളക്ക് കത്തിച്ചത് ഏറ്റവും പുറവശത്താണ്. കസേരകളുടെ നടുഭാഗത്താണ് വിളക്ക് വെച്ചത്. ഏറ്റവും പുറവശത്താണ്. അവിടെ വിളക്ക് കത്തിച്ചു. അതെല്ലാം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാമല്ലോ. അതൊന്നുമല്ല പ്രശ്നം പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന വീതിയുടെ പ്രശ്നമല്ല. ആ സ്ഥലത്തൊരു ഉറച്ച ബാരിക്കേഡ് കെട്ടി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലാണ് വീഴ്ച സംഭവിച്ചത്. അത് ഗുരുതരമായ വീഴ്ചയാണ്. അത് സംശയം എന്താ? അതാണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നതും കേസെടുത്തതും നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതും. ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഒരു കാരണവശാലും അത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സംഘാടന ജോലിയാണ്. അതോടൊപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും, നമുക്ക് ഒരു പാഠമാണ്. അതിൽ നിന്ന് നമ്മളിനി കൂടുതൽ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയുള്ള കാലത്ത് വരാതിരിക്കാനുള്ള ഇടപെടലും വേണം. അതാണ് തീർച്ചയായിട്ടും. മിനിസ്റ്റർ, ഒരു ചോദ്യം കൂടി. ഈ പരിപാടി ഉമാ തോമസ് MLA വീണ ശേഷവും ഈ പരിപാടി തുടർന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു MLA ആണ് വീണത്, ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതെന്ന് കാണുമ്പോൾ മനസ്സിലാകും. വീണ്ടും ഈ പരിപാടി തുടർന്നതിലെ സംഗത്യം എന്താണ്? ഈ ഉമാ തോമസ് വീണ് 1 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഹൈബിയിടം കയറി വരുന്നു. MP വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈബിയോട് പറഞ്ഞു, ഹൈബി ഇങ്ങനെ ഇതൊരു സീരിയസ് ആയ ഒരു വീഴ്ചയാണ്, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ വിളക്ക് കത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. പെട്ടെന്ന് വിളക്ക് കത്തിക്കുന്നു. 1 മിനിറ്റ് കൊണ്ട് ആ സംഭവം നടക്കുന്നു. ഞാൻ ഹൈബിയും കൂടി പുറത്തിറങ്ങുന്നു. എന്റെ കാറിൽ ഞങ്ങൾ 2 പേരും കൂടെ കയറുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എനിക്കറിയില്ല. അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയാണ്. ഞങ്ങളെല്ലാം വൈകിയാണ് പിന്നെ ആശുപത്രി പിരിയുന്നത്. പിന്നെ പിറ്റേ ദിവസം നിർത്തിവെച്ചെന്നും പറയുന്നത് കേട്ടു. അവര് പരിപാടി തുടർന്നെന്നും പറഞ്ഞു കേട്ടു. ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റ് ആയിരുന്നു ഈ കൈതപ്ര സാറിന്റെ പാട്ട്. ഈ നൃത്തം 8 മിനിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയ ആകാശത്തിൽ വെച്ചിരുന്നത്. അത് നടന്നു എനിക്കറിയത്തില്ല. 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗിന്നസിന് വേണ്ടിയുള്ളതാണ് 8 മിനിറ്റ്. അപ്പൊ ഇതിന് ട്രയൽ തുടങ്ങി കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ ഉമാ തോമസ് MLA വരുന്നത്. ട്രയൽ തുടങ്ങുമ്പോഴാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ വീണ് കഴിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തി പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിപാടി അവർ നടത്തി. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ പരിപാടി നടത്തിയത് ഉണ്ടെങ്കിൽ തെറ്റാണ്. അതിന് സംശയം എന്താ? നടത്തിയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളത് പിന്നെ ശ്രദ്ധിക്കാൻ പോലും. ഞങ്ങൾ രണ്ടുകൂടെ അപ്പം തന്നെ ഈ വിളക്ക് കത്തിക്കുന്നു, നേരെ കാറിൽ കയറുന്നു. ഇവര് ഹോസ്പിറ്റലിൽ വരുന്നത് തൊട്ടുപോലെ ഞങ്ങൾ വന്ന് കയറി. പിന്നെ വളരെ വൈകിയാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് പിരിയുന്നത്. അതാണ് അതിന്റെ സംഭവം.
ശരി, നന്ദി ശ്രീ സജി ചെറിയാൻ. എന്തായാലും നടുക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് MLA വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ്. സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഉമാ തോമസ് MLA വീണതിന് ശേഷവും ഈ പരിപാടി തുടർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. തങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാതെ പരിപാടി തുടരുക ആണ് അവർ ചെയ്തത്. എന്തായാലും വലിയൊരു വീഴ്ച തന്നെയാണ്, അനാസ്ഥ തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉമാ തോമസ് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.